എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കുറേ കാലം പച്ചക്കറികൾ എങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ചില പച്ചക്കറികൾ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ചിലപ്പോൾ മൂത്തു പോവുകയോ കേടായി പോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരാതിരിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് ബീൻസാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പം ചീഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് മൂത്തു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഈ സമയത്ത് ബീൻസൊക്കെ വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു സമയമാണ്. ഇതൊരു 15 രൂപയുടെ ബീൻസാണ് നിങ്ങളീ കാണുന്നത്. ബീൻസ് ഇതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അത് മൂത്തു പോകും. ബീൻസിൻ്റെ രണ്ടറ്റവും ഇതുപോലെ മുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞ് നമ്മൾ ഈ ബീൻസ് എടുത്താലും ഇതേപോലെ തന്നെ നമുക്ക് ബീൻസ് കിട്ടും. ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ എടുത്തിട്ടുണ്ട്. ഇതിലിനി എങ്ങനെയാണ് ഞാനിത് സ്റ്റോർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഈ കണ്ടെയ്നറിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വൃത്തിയാക്കിയ ബീൻസ് കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. അടുത്തതായി മത്തങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ മുറിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ നടുഭാഗം പെട്ടെന്ന് ചീഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത്. മത്തങ്ങയുടെ ഇതുപോലെയുള്ള സോഫ്റ്റായ ഭാഗം ഉള്ളതുകൊണ്ടാണ് മത്തങ്ങ പെട്ടെന്ന് കേടായി പോകുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ സോഫ്റ്റായ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചു മാറ്റണം. മുറിച്ചു മാറ്റുമ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള മുഴുവൻ ഭാഗവും മുറിച്ചു മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ മുറിച്ച് ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് അറിയാത്തവർ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്കണം. അടുത്തതായി നമുക്ക് നാരങ്ങ എങ്ങനെ ഫ്രിഡ്ജിൽ കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഞാൻ 1 മാസമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയാണ്. ഇവിടെ ഞാൻ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാസമെങ്കിലും നാരങ്ങ ഇതുപോലെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇവിടെ നാരങ്ങയുടെ മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മാസമെങ്കിലും നാരങ്ങ ഒട്ടും കേടാകാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അടുത്തതായി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ വെജിറ്റബിൾ എങ്ങനെയാണ് കേടാകാതെ ഇരിക്കുന്നത് എന്ന് നോക്കാം. ഈ വെജിറ്റബിളിന് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പീച്ചിങ്ങ എന്നാണ് പറയുന്നത്. ഇത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു കവറിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഈ വെജിറ്റബിൾ എത്ര സൂക്ഷിച്ചു വെച്ചാലും 1-2 ആഴ്ചയിൽ കൂടുതൽ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് മേടിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് നമുക്ക് സവോള എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഇതിന് ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. സാധാരണ സവോളയ്ക്കുണ്ടാകുന്ന 2 പ്രശ്നങ്ങൾ, ഒന്ന് കിളിർത്തു വരും, അല്ലെങ്കിൽ ചീഞ്ഞു പോകും എന്നുള്ളതാണ്. ഇതുപോലെ എല്ലാ ഭാഗത്തും വായു കടക്കുന്ന രീതിയിൽ സവോള സൂക്ഷിക്കുകയാണെങ്കിൽ സവോള കുറേ കാലം കേടുകൂടാതെ വയ്ക്കാൻ നമുക്ക് പറ്റും. അടുത്തത് തക്കാളി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. തക്കാളി ഇതുപോലെ ഫ്രിഡ്ജിന് പുറത്ത് കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അതിനുള്ള ടിപ്പ് പറയാം. ഇതിനായി ഇവിടെ ഒരു മെഴുകുതിരി എടുത്തിട്ടുണ്ട്. ഈ മെഴുക് ഇതുപോലെ തക്കാളിയുടെ മുകൾ ഭാഗത്ത് കോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ തക്കാളി കേടാകാതെ ഇരിക്കും. സാധാരണ ഉരുളക്കിഴങ്ങ് പുറത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കിളിർക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങ് ഒരിക്കലും സവോളയുടെ കൂടെ സൂക്ഷിക്കരുത്. ഒന്നുകിൽ ഉരുളക്കിഴങ്ങ് ഒറ്റയ്ക്ക് വേണം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ വേറെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൂടെ സൂക്ഷിച്ചാലും പെട്ടെന്ന് കിളിർത്ത് വരികയില്ല.
അടുത്തത്, സാധാരണ മുരിങ്ങക്കോൽ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകാറുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ്. മുരിങ്ങക്കോൽ ഒന്ന് പൊതിയാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് മുരിങ്ങക്കോൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകാതിരിക്കും. ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.